കർത്താവിൽ എല്ലാവർക്കും വന്ന് നമ്മുടെ റെസ്റ്റോർ ആൻഡ് റീബിൽഡ് പ്രാർത്ഥനകളിൽ സഹകരിക്കുകയും ചെയിൻ പ്രയറിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വന്ദനം അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മതിലുകൾ ഇടിഞ്ഞു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലാക്ക് ഓഫ് നോളജ് ആണ്. വചനത്തിലുള്ള വളർച്ചയില്ലായ്മ. കുരുതി സഭയില് നമ്മൾ ആ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് കൃപാവരങ്ങളുണ്ട്, പുതിയ വിശ്വാസികളാണ്. പക്ഷെ വചനത്തിൽ വളരുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വചന പരിജ്ഞാനമില്ല. നമ്മുടെ സഭകൾക്കകത്തും ഇതൊരു വലിയ പ്രശ്നമാണ്. ടെമ്പററി വിടുതലുകൾക്ക് വേണ്ടിയാണ് പലരും വരുന്നത്. ക്രിസ്തു എന്ന തലയോളം വളരുക എന്നൊരാശയം അവർക്ക് മനസ്സിലാകും. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവിക വെളിപ്പാട് അവർക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പില്ലാത്തത് കൊണ്ടും അടിസ്ഥാനമില്ലാത്തത് കൊണ്ടും അവർ പെട്ടെന്ന് മറിഞ്ഞു പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ യേശു ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ട് ഒരു രോഗസൗഖ്യമോ ഒരു വിടുതലോ ഒരു അത്ഭുതമോ ചെയ്യുന്നതിന് മുമ്പ് മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യം യേശു വചനത്തിന്റെ ഭയങ്കര ബേസ് ഇടുകയാണ്. ആ വചനത്തിന്റെ ബേസിലാണ് യേശു പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്തത്. എന്നാൽ പലപ്പോഴും അത്ഭുതങ്ങൾ പ്രാപിക്കുകയും പ്രവചനങ്ങൾ കേൾക്കുകയും വിടുതൽ കേൾക്കുകയും ചെയ്തിട്ട് പോകുന്ന ജനത്തിന് ഒരു വചനത്തിന്റെ ബേസ് ഇല്ലാത്തത് കൊണ്ട് അത് മണലിൽ മേൽ അടിസ്ഥാനമിട്ട വീട് പോലെ ചെറിയ കാറ്റുകൾ അടിക്കുമ്പോൾ പൊളിഞ്ഞു വീട് പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ വചനമെന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവരായിരിക്കണം. നമുക്കിത് രാവിലെ പ്രാർത്ഥിക്കാം. ദൈവവചനത്തിന്റെ പരിജ്ഞാനം, ദൈവവചനത്തിന്റെ ജ്ഞാനം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിഞ്ഞ് നമുക്ക് വളർന്നു വരാം. പൈശാചിക ശക്തികൾ ഇടിച്ചു കളയാൻ പറ്റാത്ത പാറമേൽ അടിസ്ഥാനമിട്ട് ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയാം. God bless you. Have a wonderful day.